നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. നിത്യജീവിതത്തിൽ 1000 സ്വലാത്ത് പതിവാക്കാനും അത് മരണം വരെ നിലനിർത്താനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മനോഹരമായ ഒരു പൂന്തോട്ടം, ആ പൂന്തോട്ടത്തിൻ്റെ ചുറ്റും വേലി കെട്ടാറുണ്ട്. ആ വേലി കെട്ടുന്നത് എന്തിനാ? അതിലുള്ള പൂക്കളെ മറ്റുള്ള ആരും ആക്രമിക്കാതിരിക്കാനും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ പറയാറില്ല, നമ്മുടെ വാപ്പയും നമുക്ക് മുന്നിൽ ഒരു വേലി കെട്ടാറുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിഷയങ്ങൾ പറയാറില്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മളുടെ ഉയർച്ചയ്ക്കും നമ്മുടെ നന്മയും നമ്മൾ വലുതായി നമ്മളിലൊരു സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂക്കളുടെ ചുറ്റും ഇത്തരത്തിലുള്ള വേലി കെട്ടുന്നത് പോലെ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കിട്ടുന്നത് പോലെ, അത് പിന്നീട് അത് പൂത്തുലഞ്ഞ് നല്ലൊരു ഭംഗിയായി കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലോ ആ വേലി കെട്ടി അതിനെ ആക്രമിക്കാതിരിക്കുക. ഇന്നതുപോലെ നമ്മുടെ വാപ്പയും ഉമ്മയും മക്കള് നന്നായി ഉയർച്ചയിൽ കാണണം, നന്നായി അവർ പഠിച്ച് നല്ല ആളുകളായി ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും അത്തരത്തിൽ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവർ അപകടത്തിലാകരുത്, പ്രയാസത്തിലാകരുത് എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത്. അപ്പോൾ ആ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ മക്കൾക്ക് അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും സ്വലാത്തുകൾ പറയാനൊക്കെ നമ്മൾ അവരെ പറഞ്ഞാൽ പിന്നീട് അത്തരത്തിൽ ആ മക്കൾ വളർന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്കും ആ ഒരു നല്ല രീതിയിലേക്ക് പോകാനും ഉയർച്ചയിലായാലും എല്ലാത്തിലും സന്തോഷിക്കാൻ നമുക്കും കഴിയും. പിന്നീട് ആ പൂക്കൾ വളർന്ന് നല്ലൊരു ഭംഗിയായി കാണാൻ കഴിയുന്ന പോലെ നമ്മുടെ മക്കളും നമുക്ക് അതുപോലെ കണ്ട് ആസ്വദിക്കാനും സന്തോഷിക്കാനൊക്കെ നമുക്ക് കഴിയും. അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ 1000 സ്വലാത്ത്, നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ചില മക്കൾക്ക് ഫോൺ കൊടുക്കും, ഇന്നത് കൊടുക്കും, അത് മക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ലാഘവത്തോട് വിടും. പക്ഷെ അത്തരത്തിൽ നമ്മൾ ഇത്തരം വേലിക്കെട്ടുകൾ നമ്മൾ കെട്ടുമ്പോൾ അത് പിന്നീട് നമുക്ക് സന്തോഷിക്കാൻ, ഈ പൂക്കൾ മനോഹരമായി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് എന്നതുപോലെ ചെറുപ്പത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെ അത് സന്തോഷിക്കാനുള്ള കാരണമായി തീരും. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മരണം വരെ 1000 സ്വലാത്ത് നിലനിർത്താനും ചൊല്ലാനും ചൊല്ലിപ്പിക്കാനൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.